ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹീം പോത്ത്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ അതായത് നമ്മുടെ മൈസൂർ കല്യാണം കണ്ടിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മൈസൂരാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. മൈസൂരെത്തി. പിറ്റേന്ന് രാവിലെയാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരു പള്ളിയിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. അതായത് അവിടെ നിക്കാഹ് നടക്കുന്നതുകൊണ്ട് ആ ഒരു പള്ളിയിലാണ് ഞങ്ങൾ എത്തിയത്. അദ്ദേഹം വരാൻ ലേറ്റ് ആകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. ഞാൻ, നിഷ്മൽ, അക്ഷയ്, റഫീസ്, അൽത്താഫ് എന്നിവ കാറിൽ നിന്നിറങ്ങി പയ്യൻ നേരെ ഓഡിറ്റോറിയം അല്ല, ഒരു പള്ളിയിലാണ് നിക്കാഹ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലും അതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇത് നേരെ മറിച്ചായിരുന്നു. അവിടുത്തെ കല്യാണം വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പല വെറൈറ്റി കല്യാണങ്ങളാണ്. പക്ഷെ ഇവിടെ വേറെ വെറൈറ്റി കല്യാണമാണ് മൈസൂരിൽ. മൈസൂർ കല്യാണം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. കാരണം വേറെ ലെവലാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് റോഡ് കൂടെ കറങ്ങി തിരിഞ്ഞാണ്, ഈ വഴി തെറ്റിയാണ് എന്താണ് അവസാനം ഈ ഒരു പള്ളി കണ്ടെത്തി. ഈ പള്ളിയിലാണ് നിക്കാഹ് നടക്കുന്നത്. രാവിലെ തന്നെ നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നിക്കാഹ് വേറെ ലെവലെന്ന് പറയാൻ കാരണം എൻ്റെ വേറെ കൂട്ടുകാരുണ്ട്, സത്തർഷാൻ എന്ന് പറഞ്ഞു. അവൻ്റെ ഫാമിലിയിലുള്ള ഉമ്മയുടെ ആങ്ങളയുടെ കല്യാണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രോ വീഡിയോ എടുത്തോണ്ടു, നിന്റെ ചാനലിൽ ഇട്ടുകൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, നിഷ്മലിനെയും കൂട്ടി അതുപോലെ അക്ഷയനെ കൂട്ടി ക്യാമറ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പള്ളിയിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സത്രശാനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഒരു സമ്മതിച്ചതാണ്. അവിടുത്തെ പ്രത്യേക നിക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ നിക്കാഹ് പോലെയല്ല, വേറെ എന്തൊക്കെയും മാറ്റങ്ങളില്ല ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അവരും വെറൈറ്റിയാണ്. ഫുഡ് നമ്മുടെ ഇവിടെ നാട്ടിലെ ബിരിയാണി ആണെങ്കിൽ അവർക്ക് വേറെ എന്തോ ഒരു വെറൈറ്റി ചോറായിരുന്നു. അത് കഴിച്ചപ്പോൾ നിഷിമിൽ പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ സത്രഷാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ സത്രഷാൻ പറഞ്ഞു, ഇന്ന് മൈസൂർ നിന്നിട്ട് മൈസൂർ പാലസ് അതുപോലെ എല്ലാം കണ്ടിട്ട് നിങ്ങൾ മടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് സത്തർഷാൻ വീണ്ടും ഞങ്ങളെ കൂടെ കൂട്ടി. ഞങ്ങൾ കല്യാണത്തിന് പോയതാണ്. സത്തർഷാൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ കല്യാണമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കല്യാണം കൂടി. നിക്കാഹൊക്കെ പൊളി. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിക്കാഹൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. വേറെ ലെവൽ നിക്കാഹുകളായി. ഇതുവരെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് മൈസൂർ കല്യാണത്തിൻ്റെ വീഡിയോ വരുന്നത്. ഇതുവരെ നമ്മുടെ ചാനലിലെ ഈ വീഡിയോ ആദ്യമായിട്ടായിരിക്കും. നിങ്ങളെന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ആ മൈസൂർ കല്യാണം കാണുക, ബെസ്റ്റ് കമന്റ് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനെ കേട്ടോ. നിക്കാഹ് തുടങ്ങാനായിട്ട് സത്തർഷാനെ വിളിച്ചപ്പോൾ സത്തർഷാൻ പറയാണ്, എനിക്ക് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ പല സമയം ശ്രമിച്ചെങ്കിലും അവന് ബന്ധുക്കാർ അവനെ പിടിച്ചിരുത്തിയും കൊണ്ട് അവനെ അവിടെ തന്നെ സ്റ്റേജിൽ പിടിച്ചിരുത്തി. അവന് പ്രത്യേക ടൈപ്പാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ സ്പോട്ടിൽ മുങ്ങുക എന്നാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അവനെ കൂട്ടി ഞങ്ങൾ അവിടുത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പിരിയാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞ് ഇവിടെ ബംഗ്ലാവ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്.